സാമ്പത്തിക നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ FACTയെ ലാഭത്തിലാക്കുന്നതിനായാണ് നാഫ്തയിൽ നിന്നും LNGയിലേക്ക് ഇന്ധനം മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇതിനുവേണ്ടി FACTയിൽ LNG ഉപയോഗിക്കുന്നതിനാവശ്യമായ യന്ത്ര സംവിധാനങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയ് അവസാനത്തോടെ LNGയിലേക്ക് മാറുന്നതിനുള്ള യന്ത്രോപകരണങ്ങൾ പ്ലാന്റുകളിൽ പ്രവർത്തന സജ്ജമാകും. വാർഷിക അറ്റകുറ്റപ്പണി കഴിഞ്ഞ് LNGയിലേക്ക് പ്രവർത്തനം ആരംഭിക്കാനാണ് FACT ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ പെട്രോനെറ്റ് LNGയുടെ കമ്മീഷനിംഗ് വൈകിയതും LNGയുടെ വില സംബന്ധിച്ച് തീരുമാനമാകാത്തതുമാണ് ഫാക്ടിനെ പ്രതിസന്ധിയിലാക്കിയത്. ഫാക്ട് DGM അശോക് കുമാർ. ജൂലൈ എൻഡിൽ കമ്മീഷൻ ചെയ്യുമ്പോൾ ജൂണിലെ അവർ ഷിപ്മെൻറ്റ് കൊണ്ടുവരുള്ളൂ. ഇപ്പോൾ പ്രൈസ് അറിയാൻ പോകുന്നത് ജൂണിലേ അറിയുള്ളൂ. എഗ്രിമെൻറ്റ് സൈനിങ് ഈസ് ഓൺലി എ ഫോർമാലിറ്റി, ജസ്റ്റ് ടേക്സ് അബൌട്ട് എ വീക്ക്. നിലവിൽ നാഫ്തയും ഫർണസ് ഓയിലുമാണ് FACT ഉപയോഗിക്കുന്നത്. ഇതിന് കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡിയുമുണ്ട്. എന്നാൽ LNGയിലേക്ക് മാറുന്നതോടെ സബ്സിഡി നിർത്തലാക്കും. ഇത് ഫാക്ടിന് കനത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. എന്നാൽ ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ വില കുറയ്ക്കാനാകില്ലെന്ന് പെട്രോനെറ്റ് LNG വൈസ് പ്രസിഡന്റ് ഖേത്രപാൽ പറഞ്ഞു. It's all linked to the crude oil price, and if the crude oil price goes down, the prices go down. LNGയിലേക്ക് മാറുമ്പോൾ സബ്സിഡി അനുവദിക്കുകയോ അല്ലെങ്കിൽ പ്രകൃതിവാതകം ലഭ്യമാക്കുകയോ ചെയ്താൽ മാത്രമേ ഫാക്ടിന് ഇനി മുന്നോട്ട് പോകാനാകൂ. സുവി വിശ്വനാഥൻ, കൊച്ചി, ഇന്ത്യ വിഷൻ.